തൃശൂർ പൂങ്കുന്നം ഹരിശ്രീ വിദ്യാനിധി സ്കൂളിൽ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരിക്കുകയാണ്. മറ്റ് മണ്ഡലത്തിലുള്ളവരുടെ പേർ വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നുള്ളതാണ് തർക്കത്തിന് കാരണമായിരിക്കുന്നത്. MLA അടക്കമുള്ള LDF പ്രവർത്തകർ വന്ന് വോട്ടെടുപ്പ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കളക്ടർ സ്ഥലത്തെത്തിയിരുന്നു. കളക്ടർ അഭിപ്രായപ്പെടുന്നത് വോട്ടെടുപ്പ് നടക്കട്ടെ, അതിനുശേഷം പരാതിയുമായി മുന്നോട്ട് പോകാമെന്നാണ്. കൂട്ടിക്കിടക്കുന്ന എല്ലാ ഫ്ലാറ്റുകളിലും അന്യ ജില്ലക്കാരുടെ വോട്ട് ചേർത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ഞങ്ങളുടെ കയ്യിലുള്ള ലിസ്റ്റ് പ്രകാരം 1042 വോട്ടാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ജനാധിപത്യപരമായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ ഇത്തരത്തിൽ ഡബിൾ എൻട്രി വരുന്ന വോട്ടുകൾ ആലത്തൂരിൽ നിന്ന് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം അടഞ്ഞുകിടക്കുന്ന ഫ്ലാറ്റുകളുടെ നമ്പറിൽ ചേർത്തിട്ടുള്ള വോട്ടുകൾ ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. 3 ദിവസം മുന്നേ അഡീഷണൽ ലിസ്റ്റ് കിട്ടിയപ്പോൾ നമുക്ക് അത് വെരിഫൈ ചെയ്ത് നമ്മൾ കൺസേൺഡ് അതോറിറ്റീനെ നമ്മൾ അറിയിച്ചു. ഇതിൽ ഈ ബൂത്തിൽ, ഈ 30-ാം ബൂത്തിൽ 43-46 ആളുടെ ഇവിടെ ഇല്ലാത്ത ആൾക്കാരുടെ ലിസ്റ്റ് ഇതിൽ കയറിയിട്ടുണ്ട്. അതായത് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഫ്ലാറ്റിലടക്കം ഒരു സ്ത്രീ താമസിക്കുന്ന ഫ്ലാറ്റിൽ 9 ആൾക്കാരെ കെയർ ഓഫ് വെച്ച് കയറ്റിയിട്ടുണ്ട്. ഇതേപോലെ എല്ലാ ഫ്ലാറ്റിലും ആൾക്കാരെ കയറ്റിയിരിക്കുകയാണ്. സമീപത്തുള്ള അതായത് ആലത്തൂർ മണ്ഡലത്തിലുള്ള ആൾക്കാരെയാണ് ഇപ്പുറത്ത്. അവിടെ അതൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റാണ്. അവിടെ ജയിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടുത്തെ ആൾക്കാരെ ഇവിടെ അഡീഷണൽ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് ഇവിടെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൂത്തിലാണ് ഇത്ര അധികം കയറ്റിക്കുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ള ബൂത്തിലൊക്കെ എന്തെല്ലാം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ആലോചിച്ചറിയാം. ഇവിടെ അവർക്ക് ജയിച്ചേ പറ്റൂ. അപ്പോൾ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കള്ളത്തരങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ കള്ളത്തരങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ വോട്ട് ചെയ്യാൻ വന്ന 3 ആൾക്കാരെ ഇപ്പം ഞങ്ങൾ തടഞ്ഞു. അവരെ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട കളക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിലൊരു തീരുമാനമാവാണ്ട് ഞങ്ങൾ അവരെ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. കളക്ടർ ഇതിനും വോട്ടർ പട്ടികയിൽ പേരുള്ളപ്പോൾ അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. അവരുടെ പേരിൽ കേസ് എടുക്കാമെന്നാണ് പറഞ്ഞത്. കേസ് എടുത്ത് വരുമ്പോഴേക്കും അവിടെ എന്താ പറയുക, എല്ലാ തീരുമാനങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. വ്യാപകമായിട്ട് തൃശ്ശൂരിൽ കള്ള വോട്ട് ചേർത്തിയതായി ഞങ്ങൾ രേഖാമൂലം റിട്ടേണിംഗ് ഓഫീസർക്ക്, ഇലക്ഷൻ കമ്മീഷനൊക്കെ പരാതി വളരെ നേരത്തെ നൽകിയിട്ടുള്ളതാണ്. VS സുനിൽകുമാറിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻ്റ് എന്ന നിലയിൽ ഞാൻ രേഖാമൂലം ഇത് സംബന്ധിച്ച് 3 ആഴ്ച മുമ്പ് തന്നെ പരാതി കൊടുത്തിട്ടുള്ളതാണ്. വ്യാപകമായി തൃശ്ശൂരിൽ താമസക്കാരല്ലാത്ത മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കുന്നവരുടെ പേരുകൾ ഇവിടെ പല ഫ്ലാറ്റുകളിലും പല കോളനികളിലും അവിടെയുള്ള ആരും അറിയാതെ വോട്ടുകൾ രേഖപ്പെടുത്തിയതായി ചേർത്തതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞങ്ങളത് പരാതിയായി റിട്ടേണായി നൽകിയിട്ടുള്ളതാണ്. ആ പരാതി വസ്തുതാപരമായി ശരിയാണ് എന്ന് അവസാനത്തെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഏതാണ്ട് 10,000-ഓളം വോട്ടുകൾ ഇവിടെ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഒരു പീരീഡിനുള്ളിൽ അത്രയും വോട്ടുകൾ വർദ്ധിക്കാനുള്ള യാതൊരു സാഹചര്യങ്ങളും ഇവിടെയില്ല. ഞങ്ങളത് കൃത്യമായി പരിശോധിക്കുകയും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മറ്റ് പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ചിലരൊക്കെ അവരുടെ പേരവിടെ വെട്ടിമാറ്റിയിട്ടാണ്, ചിലർ അവിടെ വോട്ടുണ്ട്, ഇവിടെ പുതുതായി വോട്ടുകൾ ചേർത്തിയിട്ട് 10,000-ത്തിനടുത്ത് മണ്ഡലത്തിൽ ഇത് തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലാണ് വ്യാപകമായി ഈ പരാതി വന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വീണ്ടും ചില ഫ്ലാറ്റുകൾ, ചില പ്രദേശങ്ങൾ കൃത്യമായി അതിൻ്റെ എല്ലാ രേഖകളോടുകൂടി വീണ്ടും പരാതി കൊടുത്തു. ഇന്നലെ വീണ്ടും പരാതി കൊടുത്തു. മറ്റ് ചില സ്ഥലത്തുള്ള വോട്ടർമാർ അവരുടെ പേര് വെട്ടിമാറ്റി, ആ വെട്ടിമാറ്റിയവരുടെ പേരും എല്ലാ ഡീറ്റെയിൽസും വെച്ച് ഞങ്ങൾ വീണ്ടും പരാതി കൊടുത്തു. അവരൊക്കെയാണ് ഇവിടെ പല പ്രദേശങ്ങളിലും വന്ന് ഇപ്പോൾ അവർ വോട്ടർമാരാണ് എന്ന രീതിയിൽ വോട്ട് രേഖപ്പെടുന്നത്. ഇത് തെറ്റായ നടപടിയാണ്. അവർ വോട്ട് ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല. ഈ രീതിയിൽ ഇവിടെ എത്ര വോട്ട് ചേർത്തിയിട്ടുണ്ട് വ്യാജമായി എന്നത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം
തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കുള്ളതാണ്. ഞങ്ങളിവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉത്തരവാദിത്തോടു കൂടിയാണ് ഈ പരാതികളൊക്കെ ഉന്നയിച്ചിട്ടുള്ളത്. അതിന് ഞങ്ങൾക്ക് ശേഖരിക്കാനും ഞങ്ങൾക്ക് കളക്ട് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന എല്ലാ രേഖകളും ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ഇതാണ് വ്യക്തമായി ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയും ഞാൻ ഈ ബൂത്തിൽ അതിരാവിലെ ഞാൻ ഈ ബൂത്തിലെല്ലാം വന്ന് പരിശോധിച്ചതാണ്. ഇതെല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ കൈകളിൽ ഈ പേരുകളുണ്ട് എന്നാണ് ഞാൻ രാവിലെ മനസ്സിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ വളരെ ജാഗ്രത ആ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഉണ്ടാകേണ്ടതുണ്ട് എന്ന കാര്യവും ബോധ്യപ്പെടുത്തിയിരുന്നു. അത് വീണ്ടും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇവിടെ വന്ന് ഇതുപോലെ വോട്ട് രേഖപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ, ഞങ്ങളുടെ വിജയത്തെ സുനിശ്ചിതമായി നല്ല ഭൂരിപക്ഷത്തോടു കൂടി സുനിൽകുമാർ വിജയിക്കാനുള്ള സാഹചര്യം ഒരുക്കിയ ഒരു സാഹചര്യത്തിൽ ഇത് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമാണ് നടക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അന്വേഷണം ഇതിലെന്താണ് സംഭവിച്ചതെന്ന് ഉടനെ ഇടപെട്ടുകൊണ്ട് ഇത്തരം കള്ളവോട്ടുകൾ രേഖപ്പെടുത്താൻ അനുവദിക്കാതിരിക്കുകയും ചെയ്ത വോട്ടുകൾ അത് കൃത്യമായി പരിശോധിച്ച് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണം. ഈ വോട്ടർ പട്ടികയിൽ പേരുള്ളവരെല്ലാവരും തന്നെ വോട്ടർ പട്ടികയിലെ പേര് കണ്ടതുകൊണ്ടല്ലേ ഞങ്ങൾ പരാതി കൊടുത്തത്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് കിട്ടിയ പരാതികളെല്ലാം ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയിൽപ്പെടുത്തി രേഖാമൂലം ഞാൻ ചീഫ് ഇലക്ഷൻ ഏജന്റാണ്. ആ ഏജന്റ് എന്ന നിലയിൽ ഉത്തരവാദിത്തോടു കൂടിയാണ് ഈ പരാതി കൊടുത്തത്. അത് പരിശോധിച്ച് ഇതിലെ 2 വോട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെട്ടിമാറ്റി ചേർത്തിയതാണെങ്കിൽ ഈ ചേർത്തിയ സ്ഥലത്ത് അവരുടെ താമസവുമായി ബന്ധപ്പെട്ട രേഖകൾ, ഇതിലൊക്കെ നിയമത്തിൽ വ്യവസ്ഥകളുണ്ട്. വോട്ട് ചേർത്താനും വോട്ട് ചേർത്തിക്കഴിഞ്ഞാൽ അത് കൃത്യമായി ഇതിൽ ഉൾപ്പെടുത്തി പട്ടിക പ്രസിദ്ധീകരിക്കാനൊക്കെ നിയമവും വ്യവസ്ഥകളും ചട്ടങ്ങളുണ്ട്. അതിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. അത് വളരെ സീരിയസ് ആയി അന്വേഷിക്കണമെന്ന് ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുകയും എല്ലാ ബൂത്തുകളിലും ഇതുപോലെ വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ ജാഗ്രത, അതിൻ്റെ കരുതലും ഉത്തരവാദിത്വവും ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നുകൂടി ആവശ്യപ്പെടുന്നു.